തൃശ്ശൂരിൽ TTEയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്ന കേസിൽ പ്രതി രജനികാന്തനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യവേ പിഴ ഈടാക്കിയ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്നാണ് FIR. പ്രതിയായ ഒഡീഷ സ്വദേശി രജനികാന്ത് കുന്നംകുളം ബാറിലെ ജീവനക്കാരനായിരുന്നു. കൊല്ലപ്പെട്ട TTE വിനോദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. എറണാകുളത്തു നിന്നും പുറപ്പെട്ട പാട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ ടിക്കറ്റ് എടുക്കാത്തതിനെ തുടർന്ന് TTE വിനോദ പ്രതിയായ ഒഡീഷ സ്വദേശി രജനികാന്തയ്ക്ക് പിഴ ചുമത്തുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതി വിനോദുമായി തർക്കത്തിലേർപ്പെട്ടു. പിഴ ചുമത്തിയ വൈരാഗ്യത്തിലാണ് പ്രതി വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടത്. തൃശൂർ വെളപ്പായ ഓവർബ്രിഡ്ജിന് സമീപം ട്രാക്കിൽ വീണ വിനോദിന്റെ മൃതദേഹം റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെത്തി രാത്രിയോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പാലക്കാട് നിന്ന് പിടിയിലായ പ്രതി രജനികാന്തയെ തൃശൂരിലെത്തിച്ച കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയായ രജനികാന്ത കുന്നംകുളത്തെ ബാർ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് ജോലിയിൽ നിന്നും ഇയാളെ പറഞ്ഞുവിട്ടിരുന്നു. ട്രെയിനിനുള്ളിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ റെയിൽവേ പോലീസാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ വിനോദിനെ പ്രതി പിന്നിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. കൊല്ലപ്പെട്ട എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ വിനോദ് കലാകാരനും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടയാളുമായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ.